ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9 മണിക്ക് 9:15 സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്ക് റിവ്യൂ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്പോ സമയം 9:15 ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ബുക്കിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്ക് സമയം ഒട്ടും കളയാതെ, കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഭാഗത്ത് എല്ലാവരും എന്താ പറയാ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്ന ആളുകളാണ്. എന്താണ് ഈ ബുക്കിന്റെ കണ്ടന്റ്, നമ്മുടെ ലൈഫുമായിട്ട് എന്താണ് ഇതിന് ബന്ധമുള്ളത്, നമ്മുടെ ബിസിനസ്സുമായിട്ട് എന്താണ് ബന്ധമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ എങ്ങനെ ഇത് സഹായിക്കും, അങ്ങനെ ഒട്ടുമിക്ക തരത്തിലുള്ള ഒരു ആകാംക്ഷയോട് നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു സൂമിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രമേശ മാഷിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ രമേശ മാഷ്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം സർ. താങ്ക് യു മിനീഷ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും മോർണിംഗ് സെഷനിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അല്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലവരൊക്കെ കുറച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവും പിന്നീട്. ഏതായാലും ഈ ബുക്ക് റിവ്യൂ കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റിയില്ല. ഐ എം സോറി, ബിക്കോസ് അന്ന് നിങ്ങൾ ശശിപ്പാറയിലെ ട്രെയിനിങ് സ്ഥലത്തുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. ഇന്നും ചില ടെക്നിക്കൽ അറിവുണ്ട് എന്റെ കമ്പ്യൂട്ടറിന്. കുഴപ്പമില്ല, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ നൗ. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം നമ്മൾ പരിചയപ്പെടുത്താൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായിരുന്നു. അപ്പൊ ആദ്യമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഇൻട്രോ ടോക്ക് ഞാൻ ചെയ്യാം, എന്നിട്ട് പുസ്തകത്തിലേക്ക് മാറാം. ആദ്യമായി ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ഇങ്ങനെ ഒരു പഠനത്തിന്റെ മേഖലയിലേക്ക് രാത്രി ഒക്കെ വന്നിരിക്കുന്നു, കുറച്ചാൾക്കാർ രാവിലെ വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഇന്ന് ഒട്ടനവധി ആൾക്കാര് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിന്റെ മുമ്പിൽ അല്ലെങ്കിൽ തന്റെ മുമ്പിലുള്ള മൊബൈൽ ഫോണിലെ സ്ക്രോളിങ്ങിലായിരിക്കും. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസിലേക്കായാലും നിങ്ങളെ അൽഗോരിതം, യൂട്യൂബിന്റെ അൽഗോരിതം തരുന്ന പോലെ നിങ്ങൾ അതനുസരിച്ച് ഇങ്ങനെ കണ്ട് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് യാത്രയിലും വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി കുടുംബാംഗങ്ങളെ കിട്ടിയതിൽ ഏറെ സന്തോഷം. അതുകൊണ്ടാണ് എല്ലാ വ്യാഴാഴ്ചയും 9:15 മുതൽ ഒരു 10-10:15 വരെയുള്ള ഈ ബുക്ക് റിവ്യൂ നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഒരു മനുഷ്യൻ, അതായത് ബോബ് പ്രോക്ടർ എന്നൊരു മനുഷ്യൻ 62 വർഷം ഒരൊറ്റ പുസ്തകം മാത്രം വായിച്ച് ലോകത്തിലെ വിജയിച്ച ഒരാളാണ്. അത് സാമ്പത്തികം മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആ ഒരു പുസ്തകത്തെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ പുസ്തകം പഠിപ്പിക്കലല്ല ഞാൻ ചെയ്യുന്നത്, എല്ലാ അധ്യായങ്ങളിലെയും പ്രധാനപ്പെട്ട പോയിന്റിലൂടെ കടന്നുപോയി നിങ്ങളെ ആ പുസ്തകം വായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും മാത്രമാണ് ഈ ബുക്ക് റിവ്യൂവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരു പുസ്തകത്തിന് എന്താണ് നമ്മുടെ ബ്രെയിനിലുള്ള ഗുണം, ഞാൻ ആദ്യം അത് പറയാം. നിങ്ങളിപ്പോ ഞാൻ യൂട്യൂബ് കണ്ടാൽ പോരെ, ഇതിന് തന്നെ യൂട്യൂബ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷെ അടുത്ത കാലത്തുള്ള ന്യൂറോ സയൻസ് പഠനം കാണിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം വായിക്കാതിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ് ആവും. ഞാൻ പറഞ്ഞൊന്നുമല്ല, ഈ മേഖലയിൽ ഏറ്റവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ജോ ഡിസ്പെൻസെ പോലുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ പുസ്തകം വായിക്കണം. നമ്മുടെ മുൻ തലമുറ മുഴുവൻ പുസ്തകം വായിക്കുന്നവരായിരുന്നു. ഇന്ന് ഡിജിറ്റൽ ഡിജിറ്റലിലേക്ക് വന്നപ്പോ നമ്മൾ ബ്രെയിനിന്റെ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ റീഡിംഗ് ഒന്നും ബ്രെയിൻ അറിയില്ല. സോ നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനൊരു വഴി. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും കുട്ടികളോട് പുസ്തകങ്ങൾ വായിക്കാൻ പറയാൻ തുടങ്ങി. ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും കുക്ക് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ശാന്തമായ പുസ്തക വായനയ്ക്ക് ഇനിയും പ്രസക്തി ഉണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് പോകാം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ നെപ്പോളിയൻ ഹില്ലിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവിടെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിലൊന്ന് ഡിസയറും ഫെയ്ത്തും ആണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തെ വിശ്വാസത്തിന്റെ മേൽപ്പൊടി കൂടെ ചേർത്താൽ 100% അത് യാഥാർത്ഥ്യമാകും എന്നതിൽ ആർക്കും സംശയം വേണ്ട. പലരും എന്നെ വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചു, സർ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവും. അതിനെനിക്ക് പറയാൻ ഒറ്റ ഉത്തരവില്ല. എവിടെയോ നിങ്ങളൊരു പാകപ്പിഴ വരുത്തിയിട്ടുണ്ട്,
അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. 100% ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും എന്നതിൽ ഒരു സംശയം എനിക്കില്ല. കാരണം അത് തെളിയിക്കപ്പെട്ട ഒരു സയൻസാണ്. ഇറ്റ്സ് എ പ്രൂവൺ സയൻസ്. അല്ലാതെ ഇതൊരു പുസ്തകത്തിൽ പറഞ്ഞ കുറെ വാക്യങ്ങൾ കേട്ടുകൊണ്ട് വിട്ടുകളയേണ്ട ഒന്നല്ല. നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ട് ഈ അക്ഷരത്തിങ്ങളുടെ കൂട്ടമാകുന്ന ആശയത്തെ നമ്മുടേതാക്കി മാറ്റുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. ഡിസയറും ഫെയ്ത്തും. ഒരു ഘട്ടത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന വാക്കാണ് ഇന്ന് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത്. കാരണം ഓട്ടോ സജഷൻ എന്ന അടുത്ത ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. അപ്പൊ അതിന് ആമുഖമായ കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടാണ് പുസ്തകത്തിലേക്ക് പോകുന്നത്. വെറും പുസ്തകം റിവ്യൂ മാത്രമല്ല എന്റെ ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിലെ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉറക്കത്തിന് മുമ്പുള്ള കുറച്ച് ഇടിമുഴക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് 2 മനസ്സുണ്ട്. ശരിക്കും 3 മനസ്സുണ്ട്. ഞാൻ 2 മനസ്സിലേക്ക് ഇപ്പം മനഃശാസ്ത്രത്തെ കൊണ്ടുപോകുന്നത്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് 24/7 അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പാവം മനുഷ്യനാണ്. പാവം ഭാഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. മനുഷ്യന്റെ ഭാഗമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അയാൾക്ക് കിട്ടുന്നത് മാത്രമേ അദ്ദേഹത്തിന് അത് മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ കോൺഷ്യസ് മൈൻഡിലൂടെ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ അതിൻ്റെതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്തൊരു ഉത്തരം തരുന്ന ഒരു അത്ഭുതമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. മർഫി എന്ന ഒരു മനുഷ്യൻ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയപ്പോഴാണ് നമ്മൾ ഏറെ ആ പുസ്തകത്തെ കുറിച്ച് അറിഞ്ഞത്. ഇനി ഇതുമായി അതായത് ഈ ടെക്സ്റ്റുകൾക്കൊക്കെ തന്നെ ഒരുപാട് ലിങ്ക് ഉണ്ടാവും. മാജിക് ഓഫ് തിങ്കിങ് കഴിഞ്ഞ 2ാമത്തെ പുസ്തകമാണ് നിങ്ങൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വിത്ത്. ഇനി 10x റൂളാണ് അടുത്ത പൈപ്പ് ലൈനിലുള്ള പുസ്തകം, ജെയിൻ കാർഡ്മാന്റെ. അപ്പൊ ഇങ്ങനെ കുറെ പുസ്തകങ്ങളിലൂടെ വരുന്ന ആശയങ്ങളൊക്കെ പലതും കേട്ട് പറഞ്ഞതായി. അല്ലെ ഒരു പുസ്തകത്തിൽ ആശയം തന്നെ മറ്റൊരു പുസ്തകത്തിൽ കാണും. ചോദ്യത്രയേ ഉള്ളൂ, ഇത് നിങ്ങളിൽ എത്തിയോ? H2O വെള്ളം എന്ന് ഇമ്പോസിഷൻ എഴുതിയ വിദ്യാർത്ഥിക്ക് ഒരിക്കലും വെള്ളം മനസ്സിലാവില്ല. അവൻ അല്പം വെള്ളം കുടിക്കുമ്പോഴാണ് വെള്ളം എന്താണെന്ന് മനസ്സിലാകുന്നത്. വെള്ളം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ H2O വേണമെന്ന് നിങ്ങൾ അറിയേണ്ടതുമില്ല. നമ്മുടെയൊക്കെയുള്ള അച്ചാച്ചന്മാരൊക്കെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജീവിച്ചത്. പക്ഷെ അവർക്കറിയില്ലായിരുന്നു ഹൈഡ്രജൻ ഓക്സിജനും ചേർന്നതാണ് വെള്ളമെന്ന്. എന്നിട്ട് അവർ വെള്ളം കുടിക്കാതിരുന്നിട്ടില്ലല്ലോ. ഇതേപോലെ തത്വശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ ഏതൊരാൾക്കും സാധിക്കും. പക്ഷെ അത് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നാണ് നെപ്പോളിയൻ ഹില്ലും പിന്നീട് ഈ പുസ്തകത്തിന്റെ വക്താവായ ബോബ് പ്രോക്ടറും പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഇതിനെ അത്യാവശ്യം കുറിച്ചെടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓട്ടോ സജഷൻ, 4ാമത്തെ ചാപ്റ്റർ. അതിന്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് ദ മീഡിയം ഫോർ ഇൻഫ്ലുവൻസിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. നമ്മുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ്, ഞാനൊരു ആമുഖമായി അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങളിൽ അഗാധമായ ശക്തിയെ തിരിച്ചറിയുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ മുമ്പിൽ ഒരു സിംഹം ഉണ്ടായാൽ, എവിടെയെങ്കിലും ഒരു സിംഹം കണ്ടാൽ നിങ്ങൾ ഓടുമെന്നത്, നിങ്ങൾ ഓട്ടുന്നത്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപാരമായ കഴിവാണ് അതിന്. ആ അപാരമായ കഴിവുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടിമകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. വിജയ് എന്ത് ചെയ്യുന്നു? ആ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്റെ അടിമയാക്കുന്നു. അയാൾ വിജയിക്കുന്നു. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടിമയായ നിങ്ങൾ പരാജയപ്പെടുന്നു, ഞാനടക്കം. ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പഴയ പ്രണയഗാനത്തിന്റെ ഒരു യൂട്യൂബിൽ നിങ്ങൾ നൊസ്റ്റാൾജിയ പോലൊരു പാട്ട്, അതിൽ വരുന്ന പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാതെ അടുത്ത നൊസ്റ്റാൾജിക് ഗാനത്തിലേക്ക് നിങ്ങൾ പോകും. പിന്നെ തൊട്ടടുത്ത നൊസ്റ്റാൾജിക് ഗാനത്തിലേക്ക് പോകും. കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ കാലഘട്ടത്തിന്റെ ഏതോ സുന്ദര മുഹൂർത്തത്തിലൊക്കെ പോയി എന്ന് വരും.
ആരാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നിങ്ങൾക്ക് ബോധം പോലും ഉണ്ടാവില്ല. ഡിജിറ്റൽ സ്ക്രീനിലാണ് നിങ്ങൾ എന്നെ കാണുന്നത്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ സ്ക്രീനിലെ ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി മോഹൻലാലിന്റെ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കറിയാം അത് മോഹൻലാലാണെന്ന്. പക്ഷേ നിങ്ങൾ സിനിമ തുടങ്ങുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരാളായി മാറുന്നു. പിന്നീട് മംഗലശ്ശേരി നീലകണ്ഠന്റെ ജീവിതത്തിലെ ദുഃഖവും അല്ലെങ്കിൽ ആ എല്ലാ വികാരങ്ങളും നിങ്ങളിലേക്ക് അത് പകർന്നാടുന്നു. ഇതാരാ ചെയ്യുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് മോഹൻലാലിനെ കാണാൻ പറ്റില്ല. അതിലെ കഥാപാത്രത്തെ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ കഥാപാത്രം കരയുമ്പോൾ നിങ്ങൾ കരയും. ആ കഥാപാത്രം ഒരു നായക തുല്യമായി മറ്റൊരാളെ ഇടിച്ചു വീഴ്ത്തുമ്പോൾ തൊട്ടടുത്ത സീറ്റിലെ ആൾക്കാരെ അറിയാതെ ഇടിച്ചു വീഴ്ത്തി പോകും. ഇത് അനുഭവ സമ്പത്താണ്. ഇത് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ ചെയ്യുന്ന അത്ഭുതകരമായ, കാരണം ഞാനൊരു 4 വർഷത്തോളം റിസർച്ച് ചെയ്തത് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലായിരുന്നു. പിന്നീടാണ് ഞാൻ ന്യൂറോ സയൻസിലേക്ക് വന്നത്. അപ്പോൾ ഓരോരോ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ന്യൂറോ സയൻസ് ബോത്ത് ആർ സെയിം എത്ര ശക്തമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഓട്ടോ സജഷൻ എന്ന ഈ ചാപ്റ്ററിൽ പറയുന്ന ആദ്യത്തെ കാര്യം, ദ മീഡിയം ഫോർ ഇൻഫ്ലുവൻസിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് ഓട്ടോ സജഷൻ. അതായത് സമ്പത്തിന്റെ 3ാമത്തെ വഴി. സമ്പത്തിന്റെ 1ാമത്തെ വഴി ഡിസയർ, 2ാമത്തെ വഴി ഞാൻ പറഞ്ഞു ഫെയ്ത്ത്, 3ാമത്തെ വഴി തേർഡ് സ്റ്റെപ്പ് ടുവാർഡ്സ് റിച്ചസ് ഈസ് ഓട്ടോ സജഷൻ, സ്വയം സംഭാഷണം. ഇതെന്തിനാ ഈ വാക്ക് ഓട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്വയം, ഓട്ടോ മോഡ് എന്നൊക്കെ പറഞ്ഞാൽ, ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ, ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം. നമ്മൾ കൊടുക്കുന്ന സജഷൻസ്, നമ്മുടെ മനസ്സ് നമ്മളെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ ആ സമീപത്തെ എന്തിനെ കുറിച്ചുമോ കിട്ടിയ അറിവിനെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സംഭാഷണമില്ലേ, ആന്തരിക സംഭാഷണം. അതാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തിൽ it is the agency of communication between that part of the mind where conscious thought takes place and that which serves as the seat of action for the subconscious mind. ഞാനത് മലയാളീകരിച്ച് പറയാം. എന്താ പറയണേ? It is the agency of communication. അതൊരു തരം സംഭാഷണമാണ്. Between that part of the mind, ഒരു മനസ്സിന്റെ ഒരു ഭാഗവും കോൺഷ്യസ്, മറ്റൊരു 2ാമത്തത് സബ് കോൺഷ്യസ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത്, ഇൻഫർമേഷൻ നൽകുന്നത് കോൺഷ്യസ് മൈൻഡ് ആണ്. ആ കോൺഷ്യസ് മൈൻഡ് പെർമിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് പോകുന്നത്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനൊരു ഘടകമില്ല. അത് സ്വയം അങ്ങ് എത്തിക്കൊള്ളുക. No thought, whether it became negative or positive, can enter the subconscious mind without the aid of the principle of autosuggestion. ഞാൻ അത് വിശദീകരിച്ചാണ്. കുറച്ച് വിഷമമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അതായത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ എളുപ്പം ഒരു ഉദാഹരണം രാവിലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരു മരണ വീട്ടിൽ പോയി അവിടുത്തെ ഫീലിംഗില് ഒരു ചന്ദനത്തിരിയുടെ മണം നിങ്ങളുടെ സബ് കോൺഷ്യസ് റെക്കോർഡ് ചെയ്യും. പിന്നീട് ഈ ചന്ദനത്തിരിയുടെ മണം എവിടെ കണ്ടാലും അല്ലെങ്കിൽ മണത്താലും നിങ്ങൾക്ക് ആ മരണ വീട് ഓർമ്മ വരും. ഇതെല്ലാവർക്കും ഒരു അനുഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അത്ഭുതകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ അത്ഭുതകരമായ ചില അപകടത്തിൽ രക്ഷപ്പെട്ടത് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഡ്രൈവിംഗ് അറിയുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമായത്, നിങ്ങൾ ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റിയറിംഗ് തിരിക്കല്, റോഡ് നോക്കല്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാ.
പക്ഷെ അത് ഓടിച്ച് കുറെ വർഷങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ അറിയാതെ നിങ്ങളുടെ സ്റ്റിയറിംഗ് തിരിയും, ബ്രേക്ക് എവിടെയെന്ന് ആലോചിക്കാതെ തന്നെ അത് അപ്ലൈ ആവും. നിങ്ങൾ ഏതോ ലോകത്ത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലൂടെ കടന്നുപോയി. ശരിയല്ലേ? അവിടെ നടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ്. ആദ്യം ചായ വെക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടി തന്റെ അമ്മ ചായ വെക്കുന്നത് നോക്കി മനസ്സിലാക്കിയ ശേഷം വളരെ ഈസി ആയിട്ട് പിന്നീട് ചായ വെക്കും. ഒരു കുഴപ്പമുണ്ട്, ഈ അമ്മ പഠിപ്പിച്ചതുപോലെ മാത്രമേ മകൾക്ക് ചായ വെക്കാൻ പറ്റൂ. അമ്മ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പാലൊഴിച്ചിട്ട് പിന്നീട് ചായപ്പൊടി ഇട്ടിട്ടാണെങ്കിൽ കുട്ടി അത് ചെയ്യും. മറ്റൊരു മേഖലയിൽ പറഞ്ഞാൽ ഇവൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ സബ് കോൺഷ്യസിന്റെ രസകരമായ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ പല്ല് തേക്കാതെ പറ്റില്ല. കാരണം നിങ്ങൾ ആരോ പല്ല് തേച്ച് പഠിപ്പിച്ചു. അത് അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ആർക്ക് വേണ്ടി അവർക്കും ഒരു ഐഡിയ ഇല്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് യാന്ത്രികമായി ബ്രഷ് എടുത്ത് നിങ്ങൾ പോകുന്നു, ആരെങ്കിലും പറഞ്ഞിട്ടാണ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഞാൻ ഇത്രയും ആഴത്തിലുള്ള ഉദാഹരണം പറഞ്ഞത് ഒരുപക്ഷെ ഇന്നത്തെ ഒറ്റ എപ്പിസോഡിൽ നിങ്ങൾ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറും. അങ്ങനെയാണ് ഞാൻ അത് തയ്യാറാക്കിയത്. നെപ്പോളിയൻ ഹിൽ ഈ ഓട്ടോ സജഷനെ കുറിച്ച് ആ പുസ്തകത്തിലെ എല്ലാത്തിനെ കുറിച്ച് ഈ ഓട്ടോ സജഷനെ കുറിച്ച് എഴുതുന്നത് ഇത് വളരെയധികം റിസർച്ച് ചെയ്തിട്ട് എഴുതിയ. ഞാൻ പറഞ്ഞിരുന്നു 500ഓളം ആൾക്കാരെ കുറിച്ച് പഠിച്ച് സമ്പത്തൊക്കെ നേടി വിജയിച്ചവരെ പഠിച്ചിട്ടാണ് അയാൾ എഴുതുന്നത്. അതുകൊണ്ട് സാധാരണ പുസ്തകമായിട്ട് കണ്ടിട്ട് എന്നെ തള്ളിക്കളയരുത് പ്രിയപ്പെട്ടവരെ. ഇതാ എനിക്ക് പറയാം. അപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ നമ്മുടെ ചിന്തകൾ. ഈ ചിന്തകൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്റ്റുഡിയോ റൂമിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ മുന്നിലുള്ള ഒരുപാട് ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളമുണ്ട്, എന്നെ കംഫർട്ടായ ഒരു സീറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ വെച്ച് പ്രഭാഷണം നടത്തുന്നതും തൊട്ട് താഴത്തെ മുറിയിൽ ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. എന്റെ മൈൻഡ് സമ്മതിക്കില്ല. കാരണം ഇതൊരു കൂടിച്ചേരലാണ്, ചിന്തകളുടെ ഒരു കൂടിച്ചേരലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചിന്തകളുടെ ഉദ്ഘാടനം വഴിയാണ്. ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊരു അരിപ്പ ഇല്ല. വിജയിച്ചവർ അവിടെ ഒരു അരിപ്പ വെക്കും എന്നാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. എന്നിട്ട് കേട്ടോ, ഞാൻ മെല്ലെ ഇത് പഠിപ്പിക്കുന്നു. നോ തോട്ട്, whether it be negative or positive, can enter the subconscious mind without the aid of the principle of autosuggestion, with the exception of thoughts picked up from the ether. നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഏത് ചിന്തയും നമുക്കിങ്ങനെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ പറഞ്ഞത് കോൺഷ്യസ് തിങ്കിങ് മൈൻഡ്. നാച്ചർ ഹാസ് സോ ബിൽറ്റ് മാൻ. നമ്മൾ എങ്ങനെ എങ്ങോട്ട് വിട്ടിരിക്കുന്നത്? absolute control over the material which reaches his subconscious mind through his 5 senses. ഈ 5 ഇന്ദ്രിയങ്ങളെയും, ഞാനൊരു കാര്യം നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് നിർമ്മിച്ചു വിട്ടോ, ഞാൻ എന്നെ അടക്കം എനിക്കൊന്ന് മിനിമം ഒരു ഇതിലിരിക്കുന്ന ആൾക്കാര് ഒരു 40+ ആയിരിക്കും തോന്നും. കാരണം 20+ഉം 30 ഇവിടെ വന്നിരിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അവരുടെ മനോഹരമായ സമയം ചെലവഴിക്കുന്നുണ്ട് അവർ. ഭാഗ്യവാന്മാർ. ഒരുപക്ഷെ നമ്മൾ നിർഭാഗ്യവാന്മാരായിരിക്കും. കാരണം ആ 40 കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിലത്തെ സംഭവങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ. ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്.
ആ സബ് കോൺഷ്യസ് മൈൻഡിലെ നമ്മുടെ രൂപവൽക്കരിക്കപ്പെട്ട നമ്മളെ കുറിച്ചുള്ള ചിത്രമാണ് നിങ്ങൾ. ആവർത്തിക്കാം. രമേശൻ എന്ന ഞാൻ എന്റെ കോൺഷ്യസ് മൈൻഡിലൂടെ എത്തപ്പെട്ട ഇൻഫർമേഷൻ രൂപവൽക്കരിക്കപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു രൂപം മാത്രമാണ്. അവർ സാധാരണക്കാരായിരിക്കും. എന്നാൽ നെപ്പോളിയൻ ഹിൽ പറയുന്ന അസാധാരണക്കാരായ ആൾക്കാർ ശരീരം കൊണ്ട് തുല്യമാണെങ്കിലും അവർക്ക് വളരെ മനോഹരമായി സബ് കോൺഷ്യസ് മൈൻഡിനെ മേയ്ക്കാൻ അറിയാം. നിങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ട്രെയിനിങ് കിട്ടാത്ത നായ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ നായയെ ട്രെയിനിങ് കൊടുത്താൽ ആ നായ അത് ചെയ്യും. അതന്നെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ്. അതിന് ട്രെയിനിങ് ആണ് ഓട്ടോ സജഷൻ. നിങ്ങളുടെ സ്വയം സംഭാഷണത്തിലൂടെ നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പിക്കുന്ന ഒരു പുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഞാനിപ്പോ പറയുന്നത്. പലരും അത്ഭുതത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, എന്റെ ജീവിതം ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഓട്ടോ സജഷൻ തെറ്റായിപ്പോയി എന്നാണ്. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അധ്യായത്തിൽ, ഡിസയറിലാന്നു, നിങ്ങൾ ഒരു 6 സ്റ്റെപ്സ് കടന്നു പോകണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം, എന്നിട്ട് അത് ഒച്ചത്തിൽ വായിക്കണം, എന്നിട്ട് അത് ഫീൽ ചെയ്യണം, അത് ഉള്ളതുപോലെ ചിന്തിക്കണം എന്നൊന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഡിസയർ എന്നുള്ള ചാപ്റ്റർ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ചില പുതിയ ആൾക്കാരുണ്ടാവേ, പലരും ലിങ്ക് അയച്ചു കൊടുത്തിട്ട്. അതായത് നമ്മളൊരു കാറ് വാങ്ങണം. ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞത് ആവർത്തിക്കുന്ന കേട്ടോ, ഇത് നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, ഗോൾ. അതിനുശേഷം നിങ്ങൾ അതിന്റെ റൂമിൽ വിൽക്കുന്ന സ്ഥലത്ത് പോകുന്നു, സെക്കൻഡ്. അതിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു, അതിന്റെ സുഖവും മണവും ഒക്കെ ആസ്വദിക്കുന്നു. അതൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾ അത് നേടിയതായി അങ്ങ് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 21 ദിവസം കഴിയുമ്പോ കാറ് വീട്ടിലെത്തും. അതാണ് ഈ സംഭവം. കാറിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത, എല്ലാ കാറുകളും ഒരുപോലെ കാണുന്ന എനിക്ക് ഒരു ഫീലിംഗും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് മനസ്സിലാക്കാനാ. അതുകൊണ്ട് എന്റെ ഗോളിൽ ഏടെ ഒരു കാറില്ല. പക്ഷെ ഞാൻ മിക്കവാറും യാത്ര ചെയ്യുന്നത് ആരുടെയൊക്കെയോ കാറുകളിലാണ് ഇപ്പൊ അടുത്തായിട്ട്. ചിലപ്പോ സുമേഷിന്റെ കാറിലായിരിക്കും, ചിലപ്പോ മിനീഷിന്റെ കാറിലായിരിക്കും, അല്ലെങ്കിൽ ഷാനുവിന്റെ കാറിലായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്റെ കണ്ണിലേക്ക് ആ സാധനം കയറിയില്ല. അതുകൊണ്ട് തന്നെ എവിടെ ചുറ്റുപാടും കാണുന്ന എത്ര വില കൂടിയ കാറും എന്റെ ബ്രെയിനിൽ ഉണ്ടാവില്ല. എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യും. ശരിയായ കാര്യമൊന്നും അല്ല കേട്ടോ. ഞാൻ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെയും കൂടെ ഒന്ന് പറയണം. ഇങ്ങനെ കുറെ എന്തെങ്കിലും നന്നാവണമെന്നോ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുക എന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യമാണ് പ്രധാനം. അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന പ്രോസസ്സിലേത്തെ ഒന്ന് ഡിസയർ കഴിഞ്ഞ് ഫെയ്ത്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓട്ടോ സജഷൻ. അല്ലാണ്ട് ഇത് കഷ്ണം കഷ്ണം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ സീൻ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചു, അത് ഫീൽ ചെയ്തു, ഉടനെ നിങ്ങളുടെ ഉള്ളിലത്തെ ചങ്ങായി പറയും ഇതെല്ലാം മേടിക്കേണ്ട പൈസ ഉണ്ടോ. സബ് കോൺഷ്യസ് മൈൻഡ് അതറിയില്ല. വെറുതെ പൈസ ഉണ്ട് ചോദിച്ചാൽ പിന്നെ ആ പൈസേനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും, പിന്നെ ഇത് അച്ചീവ് ചെയ്യില്ല. അതുകൊണ്ടാണ് കുഞ്ഞുനാളിലെ നിങ്ങളുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചവർ നിങ്ങളുടെ രക്ഷിതാക്കളും പിന്നെ ഞങ്ങളുടെ അധ്യാപകരുമാണ്. കുറ്റബോധത്തോടെ പറയട്ടെ. ഒന്നും
ജിമ്മണി വലിയ ഒന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെ ക്ലാസ്സിൽ നിന്ന് ഏടി എത്തിക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം അവൻ മണ്ടനാണ്. അമ്മ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലെ തിളച്ച വെള്ളത്തിന്റെ മുകളിൽ വെച്ച ലിഡ്, ആ ഒരു മൂടി ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ നാട്ടിലൊരു ഭാഷയാണ് ജമ്പ് ചെയ്ത്. 5 വയസ്സ് 5ാം ക്ലാസ്സിൽ അവന്റെ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ ചോദിച്ചു, അമ്മേ ഇതെന്താണ് ഇങ്ങനെ ഉയരുന്നത് ആഴുന്നത്? അമ്മ പറഞ്ഞു, മോനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാം ഇത് ഇങ്ങനെ വരും, ഇതിന്റെ സയൻസ് ഒന്നും ചോദിക്കരുത്, എനിക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയാണ്. ആ കുട്ടി പിന്നെ ഉറങ്ങിയില്ല. അവന്റെ ഒരേ ഒരു ചിന്ത ഈ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിഡാണ്. ആ കുട്ടി വളർന്നൊരു ശാസ്ത്രജ്ഞനായി, ജോർജ് സ്റ്റീവൻസ്. നമ്മൾ ഇന്ന് തീവണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആദ്യമ കണ്ടുപിടുത്തം നടത്തിയ ജോർജ് സ്റ്റീവൻസ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഞാൻ നിങ്ങളിലേക്ക് തന്നെ പോകാൻ കാരണം, നിങ്ങളുടെ പണ്ട് ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ എപ്പോഴും ആ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്, എന്ത് കണക്ക് കൊടുത്താലും 1 സെക്കൻഡ് കൊണ്ട് ചെയ്യും. അതാ കുഴപ്പം. അവസാനം ഈ അധ്യാപകന് ദേഷ്യം വന്നിട്ട് ഒരു ദിവസം ബോർഡിൽ എഴുതി 1 മുതൽ 100 വരെ കൂട്ടുക, 1, 2, 3 അങ്ങനെ കൂടണം. അങ്ങനെ 5 സെക്കൻഡ് കഴിഞ്ഞ് ഈ മനുഷ്യൻ തിരിയുമ്പോഴേക്ക് കുട്ടി എഴുതുക, സാർ ഇതാ ഉത്തരം. അപ്പൊ ഇവന് അടി കൊടുക്കാൻ തീർച്ചപ്പെടുത്തി നോക്കുമ്പോഴേക്ക് ഉത്തരം 5050. മാഷ ബോധം പോയി. മാഷ ഉടനെ വിളിച്ച്, ഇതെങ്ങനെ പോലെ കണ്ടുപിടിച്ച്? സിമ്പിൾ മാഷെ, 1 100 101, 2 99 101, 3 92 101, 50 101, 5050. മാഷ ബോധം പോയി. ഇന്ന് മാറാൻ സാധ്യതയില്ല. കുട്ടിയുടെ പേര് റോബർട്ട് ഗാസ്, വേൾഡ് മാത്തമാറ്റീഷ്യൻ. കാരണം ഞാൻ പറഞ്ഞ അവന്റെ സബ് കോൺഷ്യസിലൂടെ കണക്ക്, ഞാനിത് വളരെ ഹൃദയ വേദനയോടെ പറയുന്നത് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള നമ്മളും ഇങ്ങനെയായി, നമ്മുടെ മക്കളും പേരമക്കളും കുട്ടികൾ, ഇവര് സ്കൂളിലൊക്കെ ഉള്ളവര്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മളൊന്ന് എൻലൈറ്റൻ ചെയ്യേണ്ടത്. അവരോടുള്ള നമ്മുടെ ഒരൊറ്റ വാക്ക് മതി ആ കുട്ടിയുടെ ജീവിതം തകർക്കാൻ. കാരണം അതവന്റെ ഓട്ടോ സജഷനായി മാറും. ആറളം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ അവിടെയുള്ള ഒരു ആദിവാസി കോളനിയിൽ അവിടുത്തെ കുട്ടികളുടെ മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു സെഷൻ തന്നു. ഞാൻ അവിടെ പോയപ്പോൾ ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ സ്വപ്നം എന്താ? അതിലൊരു പെൺകുട്ടി പറഞ്ഞു, സാർ എനിക്കൊരു എയർ ഹോസ്റ്റസ് ആവണം. എല്ലാ കുട്ടികളും ചിരിച്ച് അവളെ അവഹേളിച്ചു. കാരണം ഒരു കറുത്തവളായിരുന്നു അവൾ. അവളോട് പറഞ്ഞു, ഈ കറുത്തവൾ എങ്ങനെ എയർ ഹോസ്റ്റസ് ആവും? അതാണ് ആ കുട്ടികളുടെ ചോദ്യം. അവരെ ഞാൻ കൃത്യമായി അതിന്റെ സയൻസ് പഠിപ്പിച്ചു. മോളെ, നിനക്കതാവാൻ പറ്റും. നീ ഒരു എയർ ഹോസ്റ്റസ്, നിന്റെ ഫോട്ടോ എടുത്തിട്ട് താഴെ എയർ ഹോസ്റ്റസ് എന്ന് എഴുതാം. എങ്കിലും പിന്നീട് എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അവളുടെ ആ മുഖത്തെ ആ ഒരു സന്തോഷം ഒരുപക്ഷെ അവളെ ഒരു എയർ ഹോസ്റ്റസ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഈ അധ്യായത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, നിങ്ങൾ ഇപ്പോൾ എന്താണോ എന്നത് നിങ്ങളുടെ ഓട്ടോ സജഷന്റെ ഫലമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളോട് ഒരു കുട്ടി എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മ പറയാണ്, നിന്നെ കൊണ്ടൊന്നും ഒരു വസ്തു കഴിയില്ല, നീ എന്തിനാണ് രാവിലെ എണീക്കുന്നത്? തീർന്നു. അതേപോലെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സ്വയം പറയുന്നത്, ഇന്നും ഒരു ദുരന്ത ദിവസം ഇത് ആരംഭിക്കുന്നു, ഇന്ന് പുലരണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതം കട്ടപ്പോകാം. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓട്ടോ സജഷൻ അത്ര ഡേഞ്ചറാണ്. അതിന്റെ സയൻസിലേക്കാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ കൺസിസ്റ്റൻസി ആൻഡ് പെർസിസ്റ്റൻസ്, ആ തുടർച്ചയായിട്ടുള്ള ആ പറച്ചിൽ അല്ലെങ്കിൽ ആ എഴുത്ത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ തിരിച്ചറിവ്, അതാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്ക് ഇത് വളരെ ഒരു ട്രെയിനർക്കോ ഒരു പുസ്തകത്തിനോ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കോ ഒരു മെന്റർക്കോ നിങ്ങളെ മാറ്റാൻ പറ്റില്ല. അവർക്ക് നിങ്ങളിലെ തിരി കൊളുത്താനേ പറ്റും. അത് ആളിക്കത്തിക്കേണ്ടത് നിങ്ങളാണ്. യു അലോൺ എന്നാണ് പോളിൻ ഹിൽ പറയുന്നത്. യു ആൻഡ് യു അലോൺ മസ്റ്റ് ഡിസൈഡ്
whether or not the reward for which you are striving is worth the price you must pay for it in effort. നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ ചിത്രത്തിന്റെ യാഥാർത്ഥ്യമാക്കുന്ന ഒരേ ഒരു ചിത്രകാരൻ. ഇവിടെ ബുദ്ധിക്കൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റ കാര്യം വേണ്ടു. ആ വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ കോൺസെൻട്രേറ്റ് അപ്പോൺ എ ഗിവൺ ഡിസയർ, അതായത് കോൺസെൻട്രേറ്റ് ആയിട്ട് ഏകാഗ്രമായി നിങ്ങൾ കൊടുത്തൊരു ആഗ്രഹമില്ലേ, അതെന്തുമാവട്ടെ, ആ ആഗ്രഹത്തെ അച്ചീവ് ചെയ്യുന്ന വിധത്തിലെ ബേണിംഗ് ഒബ്സഷൻ ഞാൻ ഒട്ടിപ്പിടിക്കില്ല, അതന്നെ വേറെ ഒരു ചിന്തയില്ലാത്തൊരവസ്ഥ. വിത്ത് കോൺസെൻട്രേഷൻ gives result. ഇത് വാക്കുകൾക്കപ്പുറമാണ്. അതായത് നിങ്ങൾക്ക് ആ ബേണിംഗ് ഡിസയർ എന്നുള്ള വാക്ക് അവിടെ നെപ്പോളിയനിൽ നേരത്തെ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കുറച്ചുകൂടെ കടുപ്പത്തിലാണ് ബേണിംഗ് ഒബ്സഷൻ. അതിനിങ്ങനെ ഇഴുകിച്ചേരുക. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. 117 പേരുണ്ട്, ഇത്ര ആൾ ധാരാളം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലെ ആ ബേണിംഗ് ഡിസയർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു നേരത്തെ ചാപ്റ്ററിൽ. അതിന് ബേണിംഗ് ഒബ്സഷൻ ആവണം. 99% ആളും ഈ 500 ആൾക്കാരാണല്ലോ അദ്ദേഹം പഠിച്ചിട്ട് ഏറ്റവും വലിയ സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും വിജയിച്ചവരെടുത്തത്. അതിൽ ഡിസൈനൊക്കെ ഉണ്ട്. ആ ആൾക്കാരും നമ്മൾ തമ്മിൽ വ്യത്യാസം എന്താ? നമുക്ക് ഈ ബേണിംഗ് ഒബ്സഷൻ ഉണ്ടാവില്ല, ബേണിംഗ് ഡിസയർ ഉണ്ടാവും. കാറ് വാങ്ങണം, അങ്ങനെ ഓഡിന്റെ ഷോറൂം പോയി എല്ലാം റെഡിയാക്കി വാങ്ങാനെല്ലാം തീരുമാനിച്ച് അപ്പം വരുമ്പൊരു ചോദ്യം, ഈ ഓടി കാറില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കേറുന്ന പണി പലരും. ഞാനൊരു ഉദാഹരണം എടുത്താണ്. ഓടിക്ക് പകരം എന്താ സാധാരണ കാറ് പോലെ എന്ന് നിങ്ങളുടെ മനസ്സ് പറയിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ്. അവിടെ ബേണിംഗ് ഒബ്സഷൻ ഇല്ല. ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് ചെയ്യണം എന്നുള്ളത് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഒരു വ്യത്യസ്തമായി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണക്കാര് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. വലിയ പണക്കാർക്കോ ഒന്നും പഠിക്കേണ്ടതല്ല. ഇറ്റ്സ് എ കോമൺ സിമ്പിൾ പേഴ്സൺ ടു ദാറ്റ്. അപ്പോ ഈ പറയുന്ന തരത്തിലെ ബേണിംഗ് ഒബ്സഷനിലേക്ക് നിങ്ങൾ വന്നോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഏകാഗ്രമായ പ്രവർത്തനം വേണം. അതായത് നിങ്ങൾക്കിപ്പോ കുറച്ച് സാമ്പത്തികമായ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് എടുക്കാൻ എളുപ്പം അതായിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നാളത്തേക്ക് വേണം. 100% സാധ്യമാണ് കേട്ടോ. നിങ്ങൾ ആ പണം കിട്ടേണ്ട ആവശ്യവും അതിന്റെ കാര്യങ്ങളും അതിന്റെ ഒബ്സഷനും ഒക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അത് ബേണിംഗ് ഒബ്സഷൻ ആയാൽ, ഇത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും. ഈ ഹൗ ഇല്ല. ഈ പുസ്തകത്തിൽ ആകെ പറയുന്നത് വൈ മാത്രമേ വേണ്ടൂ, നോ ഹൗ. ഇപ്പൊ പലപ്പോഴും ചിലർ പറയും ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, എങ്ങനെ മടങ്ങി വരും? നിങ്ങൾ ചിന്തിക്കണ്ട. ഹൗ വിൽ വർക്ക്. If your why is strong, your how is strong. How will work. അതാണ് ഇദ്ദേഹം പറയുന്നത്. എന്താ പറയണേ? നിങ്ങൾ ആ പൊസഷൻ ഓഫ് ദ മണി നിങ്ങൾ കയ്യിൽ വന്നതായിട്ടും അത് എങ്ങനെ ചെലവാക്കുന്നുള്ള കൃത്യമായ പ്ലാൻ വരുമ്പോഴാണ് മണി നിങ്ങൾക്ക് വരുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ഇമാജിനേഷൻ ഒക്കെ നമ്മളതിൽ പറഞ്ഞു. ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കിടക്കുന്നത്, അത് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട് ഇതിൽ. ചിലവരൊക്കെ അത്ര സീരിയസ് ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. എന്താണെന്നറിയോ, നിങ്ങളുടെ എന്തെങ്കിലും രക്ഷയില്ലാത്തവർ നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ലല്ലോ. അത് ഫിസിക്കൽ ആവാം, മെന്റൽ ആവാം, എക്കണോമിക്കൽ ആവാം, സോഷ്യൽ ആവാം, സ്പിരിച്വൽ ആവാം. എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പുസ്തകമാണിത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. റിച്ച് എന്ന് പറഞ്ഞാൽ പണം എന്നല്ല അർത്ഥം. അത് മാത്രമല്ല, നിങ്ങളുടെ റിച്ച്നെസ് ഏതിലാണോ. നിങ്ങൾ നല്ല പ്രഭാഷകനാണെങ്കിൽ നിങ്ങളുടെ റിച്ച്നെസ് അത്.
നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ റിച്ച്നെസ് അത്, നിങ്ങളൊരു യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ റിച്ച്നെസ് അത്, അല്ല എനിക്ക് കുറെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഓഫ് കോഴ്സ്. അതെന്തുമാവട്ടെ, അവിടെ പറയുന്നത് എന്താ? അത് നമ്മൾ തീരുമാനമെടുത്താൽ പിന്നെ ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിരിക്കും. ആ പുസ്തകം 500ഓളം ആൾക്കാരെ സ്റ്റഡി ചെയ്ത് അദ്ദേഹം പറഞ്ഞത് അവര് വളരെ അഗ്രസീവ് ആക്ടിവിറ്റികളായിരുന്നു. നമുക്കൊക്കെ ഒരു കുഴപ്പമാണ്. ഇവിടെ ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച്. നമ്മുടെ ഒരു കുഴപ്പം ഒരു ഇനീഷ്യേഷൻ. ഇവിടെ വന്നിരുന്നു, എന്തിനിരുന്നു? ഒരാൾ ലിങ്ക് അയച്ചു, എനിക്ക് നോക്കാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ 1 മണിക്കൂർ ഇരുന്നുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ പ്രയോജനമില്ല. പക്ഷേ നിങ്ങൾ അതിന്റെ അത് നിങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ്, എനിക്കറിയാം. ആ ഞാനിപ്പോ ലക്ഷ്യം കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി നടക്കും. ചിലത് നമ്മൾ അങ്ങനെ ചെയ്യും, ചിലത് കുറച്ച് വൈകി നടത്തും. മനസ്സിലായോ? ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി. ഇതിലൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ചെയ്യണതാണ്. ഇപ്പൊ ചെയ്യണ്ട, ഞാൻ പറയുന്നതാണ്, പുസ്തകത്തിൽ പറഞ്ഞു. സീ യുവർ സെൽഫ് റെൻഡറിങ് ദ സർവീസ്. അത് നിങ്ങളുടെ പണം കിട്ടി, ആ പണം നിങ്ങൾ എന്ത് സർവീസാണ് ചെയ്തത്? ഈ പണത്തിന് കണക്കായി പ്രകൃതിക്ക് എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഒരു 10 കോടി കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വിൽ ഡു? പലർക്കും അത് കിട്ടിയാലേ ഞാൻ കുറെ അങ്ങനെ ചെയ്യും, ഞാൻ ലണ്ടനിൽ പോകും, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ പോകും. കിട്ടില്ല. നിങ്ങൾ സ്പെസിഫിക് സീ യുവർ സെൽഫ് ഓൾറെഡി ഇൻ പൊസഷൻ ഓഫ് ദ മണി ഒന്ന് പറഞ്ഞു. എന്നിട്ട് ചില സെന്റൻസുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഒരാള് എഴുതി വെച്ച സെന്റൻസ് ആണ്, ഏതെങ്കിലും ഒരു വർഷം എടുത്തോ, അത് കൂട്ടണ്ട. ഇൻ റിട്ടേൺ ഫോർ ദ മണി, എനിക്ക് ഇത്രയും കിട്ടി, ഐ വിൽ ഗിവ് ദ മോസ്റ്റ് എഫിഷ്യന്റ് സർവീസ് ഓഫ് വിച്ച് ഐ ആം കേപ്പബിൾ, rendering the fullest possible quantity and the best possible quality of service in the capacity of salesman of അതായത് കമ്പനിയിൽ സെയിൽസ്മാൻ ആണെങ്കിൽ പറയേണ്ടത്, ഞാൻ ഇന്ന പോലെ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന രീതിയിൽ വിറ്റിട്ട് ഞാൻ അതിൽ ഒരു വലിയ സക്സസ് ആവും. ഐ ബിലീവ് ദാറ്റ് ഐ വിൽ ഹാവ് ദിസ് മണി ഇൻ മൈ പൊസിഷൻ. എന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മൈ ഫെയ്ത്ത് ഈസ് സോ സ്ട്രോങ്. എന്റെ വിശ്വാസം വളരെ സ്ട്രോങ് ആണ്. I can now see this money before my eyes. അതെന്റെ മുമ്പിലെ പണക്കെട്ടുകൾ എനിക്ക് കാണാം. I can touch it with my hands. അതെന്നിലേക്ക് എത്തും. ഇത് ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതി വെക്കാം, അല്ലെങ്കിൽ മനസ്സിൽ പറയാൻ എഴുതുന്നതാണ് നല്ലത്. അത് റിപ്പീറ്റ് ചെയ്യണം. എന്തിനാണ് റിപ്പീറ്റേഷൻ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഇതൊരു തമാശ പരിപാടിയല്ല. ഇത് കുറെ ആൾ എന്നോട് മനസ്സിലാവും, ഞാൻ എത്ര ദിവസം റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു, കുറച്ച് ദിവസം ചെയ്തു, പിന്നെ ഈ ഡെൻസിറ്റി ഓഫ് റെപ്പിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ന് നിങ്ങളുടെ ആവർത്തനം അത് കിട്ടണമെന്ന ആഗ്രഹം നാളെ നിലനിൽക്കണം, മറ്റന്നാൾ നിലനിൽക്കണം. നമുക്ക് എന്ത് പറ്റും? ആദ്യം നല്ലോണം നിൽക്കും, പിന്നെയോ പറഞ്ഞു. ശരിയാണ്, ആലോചിച്ച് നോക്കിയാൽ. ഇപ്പൊ ഈ ക്ലാസ്സിന് നിങ്ങൾ വരുന്നു, തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ അതിങ്ങനെ കുറഞ്ഞു പോകും. ഇതന്നല്ലേ നിത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഓട്ടോ സജഷനിലേക്ക് എത്തുമ്പോൾ പറയുന്ന ചില സ്റ്റെപ്സ് മനസ്സിലാക്കിയാലേ ഇത് പറ്റതുകൊണ്ടാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്തോടിക്കണം. എന്നിട്ട് ഈ എഴുതി വെച്ചത് നിങ്ങൾ കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിക്കുകയോ ചെയ്യാം. രാവിലെ വൈകുന്നേരം കാണണം. എന്നിട്ട് വിശ്വാസത്തോടെ വായിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അത് നമ്മുടെ ഉപബോധ തലത്തിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ അദ്ദേഹം പറയുന്നത് അപ്ലൈ വിത്ത് പെർസിസ്റ്റൻസ്, ക്ഷമയോടെ കുറെ കാലത്തേക്ക്.
അത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഡിസയർ മണിയാവുന്നത്. ഇതിൽ പറഞ്ഞ ഈ അധ്യായം പോലും നിങ്ങൾ ഒച്ചത്തിൽ പലതവണ വായിക്കണതാണ്. അതായത് ആശയങ്ങളെ മാത്രമേ പോയിട്ടുള്ളൂ. ഇൻ ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ വായിക്കണം, മലയാളം അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരം നമ്മളുടെ ആന്തരിക സംഭാഷണത്തെ നിയന്ത്രിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് കുറച്ച്. അതൊക്കെ ആവർത്തിക്കുന്ന കേട്ട് പഠിക്കാം. ഇത് ഒരാഴ്ച നമ്മൾ മറന്നു. നമ്മളുടെ മാസ്റ്റർ മൈൻഡ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ഓട്ടോ സജഷൻ പോലെ ഇരിക്കും നിങ്ങളുടെ. അതാണ് പല കുട്ടികളും പല മുതിർന്നവരും നശിക്കാൻ കാരണം. അവരുടെ കൂടെയുള്ളവർ പറയുന്നതേ നിങ്ങൾ വിശ്വസിക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ആന്തരിക സംഭാഷണത്തിന്റെ ഒരു ഉൽപ്പന്നമായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും എളുപ്പവഴി, നിങ്ങളുടെ ലക്ഷ്യത്തിന് പറ്റിയ ആൾക്കാരുടെ ഗ്രൂപ്പിലേക്ക് പോകുക. സിമ്പിൾ. അതിനല്ലേ ഇവിടെ വിളിക്കുന്നത്. നിങ്ങൾ ഈ രാവിലത്തെയും വൈകുന്നേരത്തെയും സെഷനുകളിൽ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യും. വെയിറ്റ് ദ റിസൾട്ട്. എന്തുകൊണ്ടാ? നിങ്ങളുടെ ഗ്രൂപ്പും അതുപോലെയാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നു. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഒന്ന് ഉറപ്പിക്കാം. ഇപ്പൊ ഡിസയർ, ഫെയ്ത്ത്, ഓട്ടോ സജഷൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്താ വേണ്ടേ? നിങ്ങളെ കുറിച്ചുള്ള നിലവിലുള്ള ക്ഷീണചിന്തകൾക്കപ്പുറത്തേക്ക് നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ആകത്തുകയായ നിങ്ങളുടെ ഭാവി ചിത്രം. അത് എത്രത്തോളം വ്യക്തമായി കാണാൻ സാധിക്കുന്നുവോ അതിൽ ആ വികാരത്തിൽ, അതിനൊരു വികാരം ഉണ്ടാവുമല്ലോ. നിങ്ങളൊരു ടൂർ പോകുന്നു, അങ്ങനെ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോകാൻ തീരുമാനിച്ചു. അതിൽ എന്തെങ്കിലും ഒരു താല്പര്യം വേണം. ഇത് സ്വിറ്റ്സർലാൻഡ് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ടൗൺ പോലെയല്ല സ്ഥലമല്ലേ സാറേ, പിന്നെ എന്തോന്നിനാ ഈ പറയുന്നത് ചിന്തിച്ചവയ്ക്ക് അവിടെ പോകാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോകേണ്ട എന്തെങ്കിലും ഒന്ന് വേണം. അതുകൊണ്ടാണ് ചിലവര് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടങ്ങ് വിജയിക്കുന്നത്. അവർക്ക് അത് കിട്ടിയേ പറ്റും. പലപ്പോഴും IAS ഒക്കെ നേടിയ ആൾക്കാരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. They have the desire and burning obsession to become that. അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ ആ നിലയിൽ എത്തുന്നത്. അതുകൊണ്ടാ എനിക്ക് അറിയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കേരളത്തിലെ തിരുവനന്തപുരത്തിന്റെ അടുത്താണ് ജനിച്ചത്, കൊല്ലത്ത്. അദ്ദേഹത്തിന്റെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മനുഷ്യനെ വളർത്തിയത്. ഉമ്മ അടുക്കളപ്പണിയൊക്കെ എടുക്കാം. ഈ കുട്ടിയുടെ ആഗ്രഹം എന്താന്ന് വെച്ചാല് എനിക്കൊരു ശാസ്ത്രജ്ഞനാവണം, വെറുതെ ആഗ്രഹം. അങ്ങനെ എന്തൊക്കെയോ പഠിച്ച് അമേരിക്കയിലെത്തി. അവിടെ എത്തിയ ശേഷമാണ് ആ മനുഷ്യന് മനസ്സിലായി അയാൾ ഫാർമ ഇൻഡസ്ട്രിയിലാണോ. അയാള് ചില കാര്യങ്ങളുടെ പേറ്റന്റ് വാങ്ങിച്ചു. അങ്ങനെയാണ് കുർക്കുമിന്റെ പേറ്റന്റ് വാങ്ങിച്ച മുഹമ്മദ് മജീദിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. 60,000 കോടി ആസ്തിയുള്ള ആളായിരുന്നു, മരിച്ചു. ഫേമസ് ഷമി ലാബ്സിന് പോകണം. അപ്പൊ അദ്ദേഹം അങ്ങനെ അതിലേക്ക് തന്നെ ഗവേഷണത്തിനെ കുറിച്ച് ചിന്തിച്ച് അയാള് കുറെ ഇന്ത്യൻ ഹെർബ്സിന്റെ പേറ്റന്റ് വാങ്ങിച്ചു. നിലവിൽ അത് വിൽപ്പന ചെയ്ത് ഒരുപാട് സമ്പന്നായി അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹം പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പും ഇനിയും എന്റെ ഗവേഷണശാല വളരണം. ഇന്നും ബാംഗ്ലൂരിലെ ഇന്റർനാഷണൽ ഷമി ലാബ്സ് പോയാൽ മനസ്സിലാവും. അദ്ദേഹം മരിച്ചുപോയി. അതാ പറയുന്നത്, നിങ്ങളുടെ ബേണിംഗ് ഡിസയർ തലമുറയായിട്ട് വളരും. ഇപ്പൊ നിങ്ങൾ മിക്കവാറും കുടുംബങ്ങളുള്ളവരെ, നിങ്ങളുടെ ബേണിംഗ് ഡിസയർ പോലെ ഇരിക്കും നിങ്ങളുടെ മക്കൾ.
നിങ്ങളുടെ ഡിസയർ പോലെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ. എന്താ അങ്ങനെ പറയണം? ഈ ഓട്ടോ സജഷന് കണക്ഷൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും വീട്ടുകാരോട്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സംഭാഷണം വീട്ടിൽ മാറ്റണം. നിരാശയുടെ അല്ലെങ്കിൽ ഒന്നും നേട്ടമില്ലായ്മയുടെ പഴയകാല ദുരന്തങ്ങളുടെ ചിത്രവും പേറി നിൽക്കുന്ന അച്ഛനും അമ്മയുടെയും മക്കൾ ഒന്നുകിൽ ആ വീട് വിട്ടുപോകണം. ആ അന്തരീക്ഷം മാറ്റണം അവരാ. നേരെ മറിച്ച് നല്ല നല്ല ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ അവിടെ അവർ പ്രതീക്ഷ മാത്രം സംസാരിക്കുന്നു. അവർക്കതാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, Alibaba.com ഉടമ ജാക്ക് മാ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇങ്ങനെയൊന്നും സാധാരണ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും പോരാ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ചോദിച്ചിട്ട് ആരോ പറഞ്ഞൊരു ഹോട്ടലിൽ 8 വർഷം ഫോറിനേഴ്സിന്റെ സഹായിയായി ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോഴാണ് അവിടുത്തെ ചൈനീസ് കച്ചവടക്കാര് ഈ മനുഷ്യന്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് 2 ഭാഷ അറിയാലോ, അമേരിക്കയിൽ കച്ചവടത്തിന് പോകുമ്പോൾ ഇവനെയും കൊണ്ടുപോകും. അവിടുന്ന് ഇവന് മനസ്സിലായി ലോകം മാറുന്നു. ഈ ചൈനക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. അയാളെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു വലിയ സംഭവം തുടങ്ങാൻ പോകുന്നു, ആരെങ്കിലും പണം തരണം. കുറച്ചാൾ കൊടുത്തു, അത് പൊട്ടി പാളിസായി. അവിടുന്ന് ആളെ ഓടിച്ചു, വേറെ നാട്ടിൽ പോയി. അവിടെ ഇതേപോലെ തുടങ്ങി. അങ്ങനെ ഇയാളെ ആലിബാബ സ്റ്റാർട്ട് ചെയ്തു. ഇയാള് 5-6 സ്റ്റാഫ് വിളിച്ചിട്ട്. എന്നിട്ട് അന്ന് ചൈനീസ് ഒരു TV ചാനൽ ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ബില്യണർ ആവും, നിങ്ങൾക്ക് വല്ലതും ഉണ്ടാ? ഇപ്പോൾ എനക്കൊന്നുമില്ല. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നാണ് ജാക്ക്. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം ഈ പ്രിൻസിപ്പളാണ്, മൈ ഓട്ടോ സജഷൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ചിന്തകളുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് ഈ പുസ്തകം തന്നെയാണ് പല ഭാഗത്തായിട്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, യുവർ ഓട്ടോ സജഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതിനെ ആവർത്തിച്ച് ഒറ്റ കാര്യം പറയാൻ കാരണം, 100 കാര്യങ്ങൾക്ക് പകരം ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. തെറ്റായ തരത്തിൽ ഓട്ടോ സജഷൻ വരുന്നത്, അതായത് നിന്നെ കൊള്ളില്ല എന്ന് പറയുമ്പോ തന്നെ പറയണം, ആരാ പറഞ്ഞ എന്നെ കൊള്ളില്ല? ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ആം സക്സസ്ഫുൾ. നിങ്ങൾക്ക് അങ്ങനത്തെ വാക്കുകൾ കുറെ പഠിക്കണം. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ എടുത്തിട്ട് എഴുതി വെച്ചാൽ അതിൽ 99% വേണ്ടാത്തത് നിരാശയായിരിക്കും. പ്രതീക്ഷയുടെ വാക്കുകൾ പറയുന്നവരായിരിക്കണം. എനിക്ക് ഒരു ദിവസം ഒരു 10 പേരെങ്കിലും എന്നെ ഫോൺ ചെയ്യുന്നുണ്ടാവും, പല ആവശ്യങ്ങൾ, പല പ്രശ്നങ്ങൾ പറഞ്ഞു. ആസ് എ മെന്റർ ദേ ആർ ടോക്കിംഗ് ടു മീ. ഞാൻ അവരോട് യെസ്, ലെറ്റ് us ചേഞ്ച് ഇറ്റ്, നോക്കാം. അത്ഭുതകരമായ യൂണിവേഴ്സ് കോൺസ്പയർ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഈ പ്രോസസ്സാണ്. മനസ്സിലായിട്ടേ കാര്യമില്ല. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള 24/7 ഈ ചങ്ങായിണ്ടല്ലോ സബ് കോൺഷ്യസ് മൈൻഡ്. അതിനൊരു രസകരം ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഭയങ്കര തീരുമാനം എടുത്ത് വളരെ പഠിക്കാനെല്ലാം തീരുമാനിച്ച്, അല്ലെങ്കിൽ മേ ബി ലക്ഷ്യമൊക്കെ തീരുമാനിച്ച് ചിത്രമൊക്കെ വരച്ച് ഒട്ടിച്ച് നിൽക്കുമ്പോഴായിരിക്കും റേഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു പഴയ പാട്ട്, ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്നൊരു പാട്ടായിട്ടുണ്ടാവും. ഉടനെ നിങ്ങളുടെ ഓട്ടോ സജഷൻ ഷിഫ്റ്റ് ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിതം ഇങ്ങനെയല്ലേ? അവിടെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനെ പിക്ക് ചെയ്തിട്ട് അധികം ഓട്ടോ സജഷൻ മാറ്റും. പിന്നെ അതിന് 21 ദിവസം, 66 ദിവസം, 90 ദിവസം, ഇങ്ങനെ 21, 66, 90 ഇങ്ങനെ പറഞ്ഞ് കഴിക്കുമ്പോ അത് അവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കൊടുക്കും. അതാണ് ഓട്ടോ സജഷൻ. നമ്മുടെ ബേണിംഗ് ഡിസയർ ടു ബേണിംഗ് ഒബ്സഷൻ. ഒരു കണിക പോലും സംശയം ഉണ്ടാകരുത്. ഒരു കണിക സംശയം വന്നത് വർക്കൗട്ട് ചെയ്യില്ല. അങ്ങനെ കുഴപ്പമില്ല. എനിക്കൊക്കെ ഒത്തിരി അനുഭവം ഉണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുമെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലതും നടക്കാതെ ഇപ്പൊ എനിക്ക് അതിന്റെ കണി മനസ്സിലായി, സൂത്രമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ട്രെയിനിന് പോണം, ഉറങ്ങുമ്പോ തന്നെ തീരുമാനിച്ചു മിക്കവാറും വൈകിട്ട് എത്തും, ട്രെയിൻ കിട്ടൂല. പിക്ചർ റെഡി, ഓട്ടോ സജഷൻ.
നിങ്ങൾ എത്തുമ്പോഴേ വണ്ടി പോകുന്നുണ്ടോ? ഞാൻ അക്കാര്യത്തിൽ എക്സ്പേർട്ട്. ഞാൻ എന്ത് നേരത്തെ പിക്ചറൈസ് ചെയ്യും. ഞാൻ കൃത്യമായി എത്തുന്നു, ആ വണ്ടിയിൽ പോകുന്നു, സീറ്റിൽ കയറി പോകുന്നു. വേറെ മറത്താനാവില്ല. എനിക്ക് കേടുന്ന കാര്യം സീറ്റ് കിട്ടും. നെൽസൺ, താങ്ക് യു. യെസ്, അതാണ് സംഭവിക്കുക. വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ആയിരിക്കും ഇത് റിയാലിറ്റിയിൽ വരിക. പക്ഷെ നിങ്ങളുടെ ഓട്ടോ സജഷൻ കണ്ടിന്യൂസിലായിട്ട് നിങ്ങൾ ഒരാളാവരുത് മറ്റന്നാൾ കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് തത്തുല്യമായ ഓട്ടോ സജഷനാണ് വേണ്ടത്. ഇപ്പൊ 3-4 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ ആ ആഗ്രഹങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. ആ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ആദ്യത്തതിലേക്ക് നിങ്ങൾ ആദ്യം ഓട്ടോ സജഷൻ പോകും. കഴിയുന്നത് ഇങ്ങനെ കൊടുക്കരുത്, പണക്കാരനാവുക, അതൊന്നും അങ്ങ് ആവാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കുമെന്ന പിക്ചർ കൊടുത്തു, അതായിട്ട് ലക്ഷ്യം. ദൂരമാണ് അന്വേഷിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ വീട്ടിലുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഇത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ കാരണം നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു. അപ്പൊ രാവിലത്തെ തീറ്റ ആക്ടിവേഷനിൽ അത് കറക്റ്റ് ആവും. രാവിലെ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ അത് ചിന്തിച്ച് ആ പിക്ചർ, മെന്റൽ പിക്ചർ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ലിങ്ക്ഡ് ആണോ. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോ സജഷൻ കാണും. അതിനോടൊരു സുപ്രഭാതത്തിലാവില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു എനിക്കിത് പറ്റുന്നില്ല സാർ, ഞാൻ കുറെ പറഞ്ഞു നടക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. ശരി, ഇപ്പൊ ഇത് തുടക്കകാലത്ത് മോർ ദാൻ 200 പീപ്പിൾ, ഓൺലി 100. ബാക്കിയുള്ള പരിപാടി കിട്ടും. നോട്ട് അഗൈൻസ്റ്റ് ആൻഡ് ഐ എം ടോക്കിംഗ്. ചിലപ്പോൾ ലിങ്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലെ ഉൾത്തിയെ ഒന്ന് നമ്മൾ കത്തിച്ചു വിട്ടാൽ, അത് സ്ഥിരമായി നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ഓട്ടോ സജഷൻ ഈസ് എ വെരി ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് യുവർ സക്സസ്. അപ്പൊ അത് എങ്ങനെ മാറ്റുമെന്നാണ് ഇത്രയും സമയം ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അതായത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ ഇതാണ്. ഇതിൽ പറഞ്ഞ രാത്രി ഈ അധ്യായം വായിക്കണം എന്നാ. റീഡ് ദ എൻറ്റയർ ചാപ്റ്റർ അലൗഡ് വൺസ് എവറി നൈറ്റ് until you become thoroughly conceived that the principle of auto-suggestion is sound, that it will accomplish for you all that has been claimed for it. As you read, underscore with a pencil every sentence. അതുകൊണ്ടല്ല അടിവരയിട്ടിട്ട് ആ പുസ്തകമുള്ളവരാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഗൗരവമാണ് നെപ്പോളിയൻ ഹിൽ പറയുന്നത്. അദ്ദേഹത്തെ പ്രാക്ടീസ് ചെയ്താണ്. ഇത് മാത്രം പ്രാക്ടീസ് ചെയ്തത് ഡോക്ടർ വിജേഷ്. അദ്ദേഹം മാത്രമൊന്നല്ല, ഞാൻ ഒട്ടനവധി സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. They are all mentioning this book, The Think and Grow Rich. അപ്പൊ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്കുള്ള വിവിധ പദ്ധതികളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പുസ്തകം വാങ്ങണേ. മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. നിങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങളുടെ നിങ്ങളുടെ വീട്ടില് ഒരു ലൈബ്രറി തുടങ്ങണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ കൊണ്ട് നിറക്കണം. കാരണം എന്താ, നിങ്ങൾ എവിടെ പോകുമ്പോഴാ പുസ്തകം കയ്യിലുണ്ടാവും. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒന്നും ഇപ്പൊ അടുക്കള പണിയെടുക്കാൻ പോവാണ്, ഷാനിറ്റി പോവാണെന്ന് വെച്ചു, ആ സമയത്ത് ഷാനിറ്റി എന്ത് ചെയ്യണം, ഈ പുസ്തകം ഉണ്ടാവും. അപ്പൊ ആ പുസ്തകത്തിലെ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾ നിങ്ങളെ കണക്ട് ആയിക്കൊണ്ടിരിക്കും. വായിച്ചാൽ ഞങ്ങൾക്ക് യൂട്യൂബൊക്കെ കാണാം കേട്ടോ, കുഴപ്പമില്ല. കാരണം അത് വായിച്ച് ഉൾക്കൊള്ളണം. ഞാനതിന്റെ പെരിഫറൽ റീഡിങ് മാത്രമേ നടത്തിയുള്ളൂ, ഞാൻ ഉള്ളിൽ ചെയ്യാറില്ല. കാരണം നിങ്ങൾ വായിക്കണം. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാൻ അടുത്ത് തുടങ്ങുന്നില്ല. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് വരിക. അപ്പൊ ഇതിന് ആമുഖം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും തുടരും. അതിനു മുമ്പ്, അതായത് നമ്മളൊക്കെ ഒരുപാട് അറിവ് നേടുന്നവരാണ്. ചോദ്യം നിങ്ങൾക്ക് വേണ്ടതാണോ? സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടതാണോ എന്നുള്ളതാണ് ചോദ്യം. പലരുടെയും അറിവ് നേടുന്ന സ്വഭാവമുണ്ട്. രാഷ്ട്രീയത്തിൽ പോവുകയാണെങ്കിൽ രാഷ്ട്രീയ പുസ്തകം വായിക്കണം. നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ സക്സസ് സ്റ്റോറീസ് വായിക്കണം.
നിങ്ങൾ നല്ലൊരു കവിയാകണമെങ്കിൽ കവിത വായിക്കണം. നിങ്ങളുടെ ഏരിയ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഏതായാലും ഈ രാത്രിയിൽ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂടുതൽ നിങ്ങൾ ഉറക്കം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഉണരേണ്ടവരാണ്. ചിലവർ ഇപ്പോഴേ ഉറങ്ങിക്കഴിഞ്ഞു, അവർക്കും സന്തോഷം. കുറെ ആൾ ഉറക്കാൻ പറ്റിയാലും വലിയ സന്തോഷമല്ലേ രാത്രി. കുറെ ആൾ ഉറങ്ങി, കുറെ ആള് എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ 10-100 പേര് ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ വാക്യം മാത്രമേ ഞാൻ ആവർത്തിക്കാം. 103 പേരിൽ ഞാനടക്കം കുറെ ആളുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓവർ ടു മിനീഷ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇതിൽ കുറെ ആളുകൾ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു 100-103 ആളുകൾ ആ ബുക്കിനെ കുറിച്ചും ആ ബുക്കിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ്. ഏതായാലും എല്ലാവരുടെ ജീവിതത്തിലും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ആ ബുക്ക് ഒന്ന് വാങ്ങി വായിക്കാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവണം. ഈ പ്രോഗ്രാം ഇന്നിപ്പോ 130-140 ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ റൈറ്റർ അമേരിക്കയിൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ അവിടുന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ബുക്ക് കാണിച്ചിട്ട് അങ്ങനല്ലേ ഈ ബുക്ക് എഴുതിയത് എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞ സമയത്ത് പിടിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ബുക്ക് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ ഈ രമേശ മാഷയുടെ ഈ ക്ലാസ് ഒന്നല്ല, കുറെ സീരീസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നിലധികം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇതൊരു സഹായമായി തീർന്നു കാണും ഓൾറെഡി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും മാഷോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഓക്കെ, താങ്ക് യു. ശുഭരാത്രി. വീണ്ടും അടുത്ത ഓക്കെ.